ഹായ്, മനോജ് ഡ്രീം വ്ളോഗ്സിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് ഒരു സാധാരണക്കാരായ ആളുകളുടെ ജീവിതത്തിൽ ഒരു ദിവസം ഉണ്ടാകുന്ന വരവ്, അതുപോലെ തന്നെ ചെലവ്, നമ്മൾക്ക് മിച്ചം കിട്ടുന്ന പൈസ എന്ത് ചെയ്യാം, എങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യാം എന്നതിനെ കുറിച്ചാണ് ഇന്ന് ഞാൻ പറയുന്നത്. ഇത് പറയാൻ കാരണം ഞാനും സാധാരണക്കാരനായ ഒരാളാണ്. ഞാനും ഇതേപോലെ തന്നെ പല ചെറിയ ഇൻവെസ്റ്റ്മെന്റും കാര്യങ്ങളൊക്കെ ഞാൻ സമ്പാദിക്കാൻ തുടങ്ങിയ കാലം മുതലേ ചെറിയ ഇൻവെസ്റ്റ്മെന്റും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടാണ് എൻ്റെ ജീവിതം മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് നമ്മൾ ഇപ്പോൾ ഒരു ദിവസത്തെ നമ്മളുടെ ഏതൊരു സാധാരണക്കാരാണെങ്കിൽ എന്തൊരു കൂലിപ്പണിയാണെങ്കിലും നമുക്ക് ഒരു ദിവസം എങ്ങനെ ഒരു 1000 രൂപ നമുക്ക് വരുമാനം ഉണ്ടാവും അല്ലേ? അതാണ് വരവ്. നമുക്ക് വരവ് പറയുമ്പോൾ ഏകദേശം ഒരു 1000 രൂപ ഡെയിലി എന്തൊരു പണിക്ക് പോയാലും നമുക്കൊരു 1000 രൂപ ഡെയിലി വരുമാനം കിട്ടും. അതിപ്പോൾ ഒരു മാസം നമ്മളിപ്പോൾ എല്ലാ ദിവസവും വർക്കിന് പോകണമെന്നില്ല. ഒരു 20-25 ദിവസമൊക്കെ സാധാരണഗതിയിൽ എല്ലാവരും വർക്കിന് പോകും. കാരണം 25 ദിവസമായിട്ട് നമുക്ക് കണക്കാം. അപ്പം അങ്ങനെയാകുമ്പോൾ നമുക്കൊരു മാസത്തെ വരുമാനം പറയുന്നത് 25,000 രൂപ. ഈ 25,000 രൂപയിൽ നമ്മുടെ ചെലവ് പറയുന്നത് നമുക്ക് എങ്ങനെയും ചിലവ് എന്ന് പറയുമ്പോൾ ഒരു ആവറേജ് ഒരു ദിവസം എങ്ങനെ 500 രൂപ ചെലവ് വരും. കാരണം നമ്മൾ വീട്ടിലെ ഭക്ഷണ ചെലവ്, അങ്ങനെയുള്ള ചെലവുകൾ, പിന്നെ നമുക്ക് ബൈക്ക് ഉണ്ടെങ്കിൽ അതിലേക്ക് പെട്രോൾ അടിക്കുക, അങ്ങനെയുള്ള ചെലവുകൾ, നമ്മുടെ ഈ ഡെയിലി ചെലവിലേക്ക് ഒരു 500 രൂപ കഴിഞ്ഞ ഒരു 200 രൂപ നമ്മൾക്ക് ഒരു അടവും കൂടി വരുന്ന സമയത്ത് നമുക്ക് ഏകദേശം 700 രൂപ ഒരു ദിവസം നമുക്ക് ചെലവ് വരും. 21K നമുക്ക് മാസം ചെലവ് വരും. അപ്പൊ ആ ചെലവും കഴിഞ്ഞിട്ട് നമ്മുടെ കയ്യിൽ വരുന്നത് ഈ 4000 രൂപയാണ്. പിന്നെ ഈ 4000 രൂപ നമ്മൾ നല്ല രീതിയിൽ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് നല്ലൊരു റിട്ടേൺസ്, അതായത് നമുക്ക് നല്ലൊരു സേവിങ്സ് ഉണ്ടാക്കാൻ കഴിയും. ഇപ്പൊ ഈ 4000 രൂപയിൽ നമ്മൾ ഒരു 3000 രൂപ മാസം ഇൻവെസ്റ്റ് ചെയ്താൽ മതി. 3000 വെച്ചിട്ട് RDയിലോ അല്ലെങ്കിൽ പോസ്റ്റ് ഓഫീസ് RD ഉണ്ട്, ചിട്ടി ഉണ്ട്, അല്ലെങ്കിൽ മ്യൂച്വൽ ഫണ്ട് ഉണ്ട്. വിശ്വസിക്കാവുന്ന സ്ഥാപനങ്ങളിൽ നിങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്യാന്നുണ്ടെങ്കിൽ നല്ലൊരു സേവിങ്സ് നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാം. ഈ തുകയിൽ തന്നെ നിങ്ങൾക്ക് നല്ലൊരു സേവിങ്സ് ഉണ്ടാക്കിയെടുക്കാൻ കഴിയും. അത് നിങ്ങൾക്ക് പോസ്റ്റ് ഓഫീസിലാണെങ്കിൽ നിങ്ങൾ വീട്ടിൽ വന്ന് കളക്ട് ചെയ്യും ക്യാഷ്. അതുപോലെ തന്നെ നിങ്ങൾ KSF ചിട്ടിയൊക്കെ ചേരുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ വന്ന് കളക്ട് ചെയ്യും. പിന്നെ മ്യൂച്വൽ ഫണ്ട്, അതുപോലെ തന്നെ ബാങ്ക് RD ഒക്കെ ചേരുകയാണെങ്കിൽ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് അടയ്ക്കാൻ കഴിയുമെങ്കിൽ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് ചേർന്ന് അടയ്ക്കാം. അങ്ങനെ വരുന്ന സമയത്ത് നിങ്ങളുടെ സാമ്പത്തിക ആവശ്യങ്ങൾ, ഇപ്പോൾ 1 വർഷം അല്ലെങ്കിൽ 2 വർഷം ഈ എമൗണ്ട് വെച്ച് നിങ്ങൾ അതായത് ഇൻവെസ്റ്റ് ചെയ്യാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ എന്തെങ്കിലും സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ട് വരുന്ന സമയത്ത് നിങ്ങൾക്ക് ഈ ക്യാഷ് എടുത്ത് ഉപയോഗിക്കാൻ കഴിയും. അപ്പൊ നിങ്ങൾക്ക് നിങ്ങളുടെ ഫണ്ടിന് ഒരു പ്രോബ്ലം വരില്ല. അത് നിങ്ങൾക്ക് നിക്ഷേപിച്ച തുക എടുത്ത് ചെലവാക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ക്യാഷ് ഇല്ലാത്തൊരു ബുദ്ധിമുട്ട് അവിടെ ഫീൽ ചെയ്യില്ല. അപ്പൊ നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതം നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും. അപ്പൊ നമ്മളൊക്കെ ഇങ്ങനെ ചെയ്യാന്നുണ്ടെങ്കിൽ ഈ ദിവസ വേതനക്കാർക്ക് നമ്മൾ ഡെയിലി 200 കൊടുക്കുന്നുണ്ട്. അപ്പൊ ഇവരിനെയൊക്കെ ക്ലോസ് ചെയ്ത് കഴിഞ്ഞ് ഇവന്റെ ചെറിയ തുകയൊക്കെ കൊടുത്ത് ഇതുപോലത്തെ ഇൻവെസ്റ്റ് ചെയ്ത് കിട്ടുന്ന പൈസയും കൊണ്ട് ഇവന്റെ ചെറിയ തുക കൊടുത്ത് ഇവനെ ക്ലോസ് ചെയ്യുകയാണെങ്കിൽ പിന്നെ ഒരു 200 രൂപ കൊണ്ട് നമുക്ക് സേവ് ചെയ്യാൻ പറ്റും. ഇങ്ങനെ സേവ് ചെയ്യുന്ന സമയത്ത് ഒരു മാസം ഇല്ലെങ്കിൽ 25 ദിവസത്തേക്ക് ഏകദേശം ഒരു 5000 രൂപ നമുക്ക് സേവ് ചെയ്യാൻ പറ്റും. ഈ സേവിങ്സ് എമൗണ്ടും കൂടി നമ്മൾ ഇതുപോലെ RDയിലോ അല്ലെങ്കിൽ ചിട്ടിയിലോ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് വിശ്വസിക്കുന്ന സ്ഥാപനങ്ങളിൽ നല്ല രീതിയിൽ ഇൻവെസ്റ്റ്മെന്റ് റിട്ടേൺ ഒക്കെ കിട്ടുന്ന സ്ഥാപനങ്ങളിൽ നിങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്യാന്നുണ്ടെങ്കിൽ ഭാവിയിലേക്ക് നല്ലൊരു തുക നിങ്ങൾക്ക് സേവ് ചെയ്ത് എടുത്തു വെക്കാൻ കഴിയും. അപ്പൊ അങ്ങനെ വരുന്ന സമയത്ത് നിങ്ങളുടെ പെട്ടെന്നുള്ള സാമ്പത്തിക ആവശ്യങ്ങൾ ഈ ക്യാഷ് കൊണ്ട് നിങ്ങൾക്ക് നിറവേറ്റാൻ കഴിയും. സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടുണ്ടാകില്ല. അപ്പൊ അതുപോലെ എല്ലാവരും ശ്രമിക്കുക. നിങ്ങളുടെ സാമ്പത്തിക ബുദ്ധിമുട്ടൊക്കെ മാറിക്കിട്ടും. അടുത്ത വീഡിയോയിൽ കാണും വരെ ബൈ.